ഏതായാലും ഫസ്റ്റ് കോളിലൊന്നും സെയിൽ ക്ലോസ് ആകാൻ പോകുന്നില്ല. നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷനിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സെയിൽസിനെ കാണാൻ പാടില്ല. വിളിക്കുന്ന സമയത്ത് കറക്റ്റ് അവരോടൊരു റിലേഷൻ ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ ഇൻട്രസ്റ്റ് ഇല്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി വിളിച്ചാണ് എന്ന രീതിയിലൊക്കെ ആ കോള് ക്ലോസ് ആവുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിടാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ വിടാൻ പാടില്ല പറഞ്ഞാൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ പറയാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, എപ്പോൾ വിളിച്ചാലും എന്നെ കിട്ടും. അല്ലെങ്കിൽ നമ്മളെ പറ്റുന്ന സമയം പറഞ്ഞിട്ട് ഈ ടൈമിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കിട്ടും. ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് മെറ്റീരിയൽ വിൽക്കുന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റഡ് അല്ല എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈവൻ നമ്മുടെ അടുത്ത് നിന്ന് സെയിൽ നടന്നു, സെയിൽ കൺവേർട്ടായി എന്നാലും നമ്മൾ ഈ കാര്യം പറയാം. അങ്ങനെ ആകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരെ അടുത്ത സാധനം നമുക്ക് അപ്സെൽ ചെയ്യാൻ പറ്റും. നമ്മളുടെ മറ്റ് പ്രൊഡക്റ്റുകളുണ്ടാവും, അതേ സ്ട്രീമിലുള്ള മറ്റ് പ്രൊഡക്റ്റ് നമുക്ക് അവർക്ക് അപ്സെൽ ചെയ്യാൻ പറ്റും. അതിനെക്കാട്ടൊക്കെ അപ്പുറത്തേക്ക് അവർ വേറെ കസ്റ്റമേഴ്സിനെ റെഫർ ചെയ്യും. കാരണം ഈ റെഫർ ചെയ്യുമ്പോൾ നമ്മളുടെ നമ്പറായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക, ഒരിക്കലും ബിസിനസ് നമ്പർ ആയിരിക്കില്ല. കാരണം നമ്മളോടുള്ള ട്രസ്റ്റുമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ സെയിൽ നടന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ നമ്പർ അവർ ഓർത്ത് വെച്ച് സേവ് ചെയ്യുകയും വേറൊരാൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഓപ്പൺ ആവണം എന്നുള്ളതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഫീൽഡിൽ അറിവും വേണം. നമ്മളങ്ങനെ പറയാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കണം. ഇതാണ് സെയിൽസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കീ. ടോപ്പ് 1 പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.